ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ മൺഡേ ഈവനിങ് ആയപ്പോഴാണ് ഈ ഒരു വീക്ക്ലി അനാലിസിസ് ഇടുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, മൺഡേ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഇന്നും മോർണിംഗ് ഒക്കെ ബുള്ളിഷ് ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ഈ മന്ത് ഇപ്പോഴും ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രൈസ് നല്ലൊരു ബുള്ളിഷിൽ വന്നിട്ട് പ്രൈസ് റേഞ്ച് ചെയ്യുക. നമ്മൾ ഇവിടുന്ന് പ്രൈസ് പോകുന്ന അന്ന് മുതൽ ഇവിടുന്ന് പ്രൈസ് പോകുന്ന അന്ന് മുതൽ ഞാൻ പറഞ്ഞതാണ്, ഇവിടെ നമുക്കൊരു ബൈ കിട്ടണമെങ്കിൽ ഫസ്റ്റ് 2000, പിന്നീട് 2500 വരെ പ്രൈസ് വരാനുള്ളത്. ഇപ്പൊ ഏകദേശം നമ്മുടെ എല്ലാ ടാർജറ്റൊക്കെ പ്രൈസ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ 430 ഞാൻ അധികമൊന്നും പ്രതീക്ഷിക്കുന്നില്ല നമുക്ക് 500ലേക്ക് വരുമോ. നമ്മളുടെ ഏകദേശം നമ്മുടെ ടാർജറ്റൊക്കെ എല്ലാം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പ്രൈസ് ഒരു റേഞ്ചിൽ നിൽക്കുന്നത് വേറെ ഒന്നുമല്ല, നല്ലൊരു ഹൈ ഉണ്ടാക്കി, നല്ലൊരു ബുള്ളിഷ് ട്രെൻഡ് ഉണ്ടാക്കി. ഇവിടെ പ്രൈസ് പ്രീമിയത്തിൽ തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത്, ഡിസ്കൗണ്ടിലേക്കൊന്നും പ്രൈസ് വന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു ഇൻഎഫിഷ്യൻസിയിലാണ് പ്രൈസ് മൂവ് ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ള ഒരു ഇതുണ്ട്. പക്ഷേ പുൾ ബാക്ക് നല്ല എടുക്കുമെന്ന് പറഞ്ഞാൽ ഒരുപാട് താഴേക്കൊന്നും വരൂല കേട്ടോ. പല ആൾക്കാരും താഴേക്ക് വരുമോ നമുക്ക് കൺഫർമേഷൻ ഇല്ലാതെ താഴേക്ക് വരുമോ നമുക്ക് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു മൂവ്മെന്റ് ആയിരിക്കാം പ്രൈസ് താഴേക്ക് വരുന്നത്. എന്നാൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു 3 ആഴ്ചയായിട്ട് പ്രൈസ് എന്ത് ചെയ്യുക, ഒരു റേഞ്ചിൽ തന്നെ നിൽക്കണം. ഈ റേഞ്ച് നമുക്ക് മന്ത് ആരംഭിച്ചപ്പോൾ തന്നെ നല്ലൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടി, നല്ലൊരു ബൈ ഒക്കെ നമ്മൾ എടുത്തു. എന്നാൽ കഴിഞ്ഞ മാസം ആരംഭിക്കുമ്പോൾ പ്രൈസ് ഏകദേശം ഈ ഒരു പൊസിഷനിൽ നിന്ന് പ്രൈസ് കയറി വന്നു, ജസ്റ്റ് ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് പോയി. അതേപോലെ ഈ മാസം ബ്രേക്ക് ചെയ്ത് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയ അടിപൊളി, മനസ്സിലായത്. നമ്മളിപ്പോഴും എൻട്രി എടുക്കുന്നത് ബൈ സെറ്റപ്പ് തന്നെയാണ്. സെൽ സെറ്റപ്പിലേക്ക് നമ്മൾ എൻട്രി നോക്കിയിട്ടേ ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വീക്കിന്റെ രീതിയിൽ നോക്കണമെങ്കിൽ പ്രൈസ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കാം. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡേയുടെ ഒരു ഐഡിയം എടുത്തിട്ടുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് പ്രൈസ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത്? ഡേയുടെ ഒരു ഐഡിയം എടുത്തിട്ടുണ്ട്. നല്ല ഒരു ലിക്വിഡിറ്റി ഗ്രാബാണ് പ്രൈസ് നടത്തിയിരിക്കുന്നത്. പ്രൈസ് മിക്കവാറും ഇവിടം വരെ വരാനുള്ള സാധ്യത 4 അവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പൊ ഡേയുടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഏരിയയിലും പ്രൈസ് വരുമ്പോൾ റേഞ്ചിൽ നിൽക്കും, അടുത്ത ഹൈ ഉണ്ടാക്കുക റേഞ്ചിൽ നിൽക്കും. അതേപോലെ തന്നെ ആയിരിക്കാം പ്രൈസ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം റേഞ്ചിൽ നിൽക്കും, പ്രൈസ് മേളിലേക്ക് പോയി റേഞ്ചിൽ വന്ന് ഇവിടെ നല്ല റേഞ്ച് ഉണ്ടായി. പിന്നെ ഇവിടെ നിന്ന് പ്രൈസ് കയറിപ്പോയപ്പോൾ മുതലാണ് നമുക്ക് നല്ല എൻട്രീസുകൾ, ഒരുപാട് നല്ല സെറ്റപ്പുകൾ, നമുക്ക് ഒരുപാട് ബൈ എൻട്രീസ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ മാസം മാർച്ചിൽ പ്രൈസ് മൂവ് ചെയ്ത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ ബൈ നല്ല രീതിയിൽ നോക്കുക. വലിയ വലിയ മൂവ്മെന്റുകൾ 1 അവറിന്റെയൊക്കെ എല്ലാ സ്ട്രക്ചറും നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നു. നമ്മൾ ചെറിയൊരു ട്രേഡ് പോലും എടുത്തു കഴിഞ്ഞാൽ പോലും മിനിമം ഒരു 250, 300, 400, 500, 600, 1000 അങ്ങനത്തെ പിപ്പ് മൂവ്മെന്റ്, അതും വളരെ ഫാസ്റ്റ് ആയിട്ടാണ് നമുക്ക് ട്രേഡ് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് വെച്ചാൽ. പക്ഷെ ഈ റേഞ്ചിൽ വരുമ്പോൾ അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ഓരോ മാർക്കറ്റിലും ഓരോ രീതിയിലായിരിക്കണം നമ്മൾ ട്രേഡ് മാനേജ് ചെയ്യേണ്ടത്. നമ്മൾ ഒറ്റ ട്രേഡ് ആയിട്ട് ഇടുകയും ചെയ്തത്, ഇവിടെ ഒറ്റ ട്രേഡ് ആയിട്ട് ഇട്ടവർക്കൊക്കെ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ ഏതൊരു മാർക്കറ്റിന്റെ മൂവ്മെന്റിൽ ഇൻഎഫിഷ്യൻസി ആയിക്കോട്ടെ, എഫിഷ്യൻസി ആയിക്കോട്ടെ, റേഞ്ച് ആയിക്കോട്ടെ, എന്ത് ട്രെൻഡിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യുക, എപ്പോഴും ട്രേഡ് ഒരു പൊസിഷനിൽ നിന്ന് എടുക്കുമ്പോൾ റിസ്ക് ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്യുക, മൾട്ടിപ്പിൾ ട്രേഡ് ആക്കി മാറ്റുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രോഫിറ്റിൽ പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ ചെയ്ത ആളുകൾക്കൊക്കെ ഈ ഒരു സമയത്തും പ്രോഫിറ്റ്, അതായത് ഈ നേരത്തെ നമ്മളുടെ കൂടെ ഡിസംബർ ഒക്കെ മുതൽ ട്രേഡ് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഈ ഒരു സമയത്ത്. അപ്പൊ അവര് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് കേട്ടോ. അപ്പൊ 1 വർഷമായ ആൾക്കാർ എല്ലാ മൂവ്മെന്റും കണ്ടിട്ടുള്ള, എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ റെഗുലർ പ്രോഫിറ്റിൽ പോകുന്ന ഒരു സെറ്റപ്പിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അല്ലാതെ നമ്മൾ പ്രോഫിറ്റിലാകാത്തൊരു സെറ്റപ്പ് നമുക്കില്ല. അപ്പൊ ആ പ്രോഫിറ്റ് കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ വീക്ക്ലി പ്രോഫിറ്റിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഡേയുടെ സെറ്റപ്പ് ചെയ്താൽ നമുക്ക് 4 അവറിലേക്ക് വരാം. ഡേയുടെ ഐഡിയം എടുത്തിട്ടുണ്ട്, അതേ പൊസിഷൻ തന്നെ 4 അവറിന്റെ ഐഡിയം ഉണ്ടായിരുന്നു. പ്രൈസ് നോക്കിയാൽ ഡേയുടെ ഐഡിയം എടുത്തു. ഇവിടെ നോക്കിയോ, ഏകദേശം ഒരു IFC ക്യാൻഡിലിന്റെ ഒരു മോഡൽ ഉണ്ട്, സിംഗിൾ ക്യാൻഡിൽ നിന്ന് പ്രൈസ് എന്ത് ചെയ്ത് ഹൈ ബ്രേക്ക് ചെയ്ത് പോകുന്നു. നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ ഇത് വന്നാണ് ട്രിഗർ ആയത്. നമുക്ക് പ്രീവിയസ് ഹൈ, ഇത് ഹൈ അല്ല. നമുക്ക് പ്രീവിയസ് ഹൈ എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഹൈ ഒക്കെയാണ് നമുക്ക് പ്രീവിയസ് ഹൈ വരുന്നത്. പക്ഷെ നമ്മളിവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ്. ഒന്നിൽ കൂടുതൽ ക്യാൻഡിൽസ് ഉണ്ട്. നമുക്കിതൊരു നമ്മളുടെ 4 അവറിന്റെ ഒരു ബിയറിഷ് ഓർഡർ ഫ്ലോ ആണ്. ഈ ബിയറിഷ് ഓർഡർ ഫ്ലോയിൽ നിന്ന് വരെ നമുക്ക് പരമാവധി നിന്ന് ട്രേഡ് എടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ഇപ്പം തന്നെ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറുക. അതല്ലാതെ ഇനി എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടം വരെ പ്രൈസ് മൂവ് ചെയ്താണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒന്ന് റിയാക്ട്, പക്ഷെ ഇവിടെ ഒന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പിക്കാൻ നമുക്ക് ഈ ലോ പ്രൈസ് ബ്രേക്ക് ചെയ്തു. അതായത് 1 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയാൽ നമുക്ക് ഒരുവിധം നമുക്ക് ഉറപ്പിക്കാൻ പ്രൈസ് ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ പുൾ ബാക്ക് എടുക്കാൻ പോകുന്നുണ്ട്. 1 അവറിൽ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയാലും പ്രൈസ് എന്ത് ചെയ്യും, നല്ല രീതിയിൽ ബിയറിഷ് ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ നോക്കേണ്ടത്, വളരെ സിമ്പിൾ ആയിട്ട് നോക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ പ്രൈസ് വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് 1 അവറിന്റെ ഏതൊരു സെറ്റപ്പ് ഉണ്ട്, OB എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, 1 അവറിന്റെ ഇല്ല, സോറി.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രൈസ് ഇങ്ങനെ കയറി വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 1 ഹവറിൽ നമുക്ക് ഒരു എക്സ്ട്രീമിന്റെ അടുത്തു നിന്നാണ് പ്രൈസ് പോയത്. അവിടെ വേറെ ഓർഡർ ബ്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. അവിടെ നിന്നാണ് പ്രൈസ് കയറി മൂവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ മൂവ് ആണ്, പക്ഷെ നല്ലൊരു ബൈ സെറ്റപ്പിലേക്ക് വരുന്നില്ല. പ്രൈസ് നല്ല ഹൈയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പരമാവധി ഡ്രോപ്പ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി വരുവുള്ളൂ, പ്രൈസ് മേളിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ പ്രൈസ് ഈ ഹൈ എടുത്തു പോയി കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആയി. ഇതിപ്പോൾ ഇവിടെ ഒന്ന് റിയാക്ട് ചെയ്യാതെ പ്രൈസ് എടുത്തു പോയാൽ നമ്മൾ ഹാപ്പി എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്നതെല്ലാം സെൽ എൻട്രീസ് ആണ്, ബൈ എൻട്രീസ് ആണ്. നമ്മൾ സെല്ലിൽ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബൈ എൻട്രീസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ ഇതേപോലത്തെ മൂവ്മെന്റ് ഇനിയും കിട്ടും. നല്ല മൂവ്മെന്റും നല്ല ട്രേഡ്സ് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും പറ്റും. എന്നാൽ ഇതിലേക്കാണ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് സെല്ല് നോക്കുമ്പോൾ ഈ ഫസ്റ്റ് സെല്ല് ഒരു ഇത് ഹോൾഡ് ചെയ്യുക, പിന്നീട് വരുന്ന സെല്ലുകളൊന്നും അധികം പിടിക്കാതിരിക്കുക. നമ്മൾ ബൈ തന്നെ നോക്കുക. ചെറിയ ചെറിയ ടാർജറ്റുകൾ മൾട്ടിപ്പിൾ ട്രേഡ് ഒക്കെ ആയിട്ട് എടുത്ത് ആ ചെറിയ ടാർജറ്റ് പ്രോഫിറ്റ് എടുത്ത് മാറുക. ഓക്കെ, അപ്പോൾ 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 50 മിനിറ്റിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ആണ് റിയാക്ട് ചെയ്ത് മൂവ് ചെയ്ത് പോയത്. അതിനുശേഷം അത് കണ്ടിട്ട് പിന്നെ സെല്ല് മാത്രം നോക്കിയ ആൾക്കാർ, ഞാൻ പറഞ്ഞ സെല്ല് നോക്കരുത്. 50 മിനിറ്റിന്റെ എക്സ്ട്രീം ഓബിൽ ഇതാർന്ന് ഷോക്ക്. എക്സ്ട്രീം ഓബിൽ പ്രൈസ് വന്നു, ഇവിടെ നിന്ന് റിയാക്ട് ചെയ്തു, പുതിയ ബ്രേക്ക് ഫ്രക്ചർ ഉണ്ടാക്കി. പിന്നെ ഇവിടുത്തെ ഡിസിഷൻ ഓബിൽ നിന്ന് പോയി. കണ്ടോ, ഞാൻ ഇവിടെ ഒരു 1 ഹവറിന്റെ അല്ല 50 മിനിറ്റിന്റെ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. വരാതിരിക്കുക. 50 മിനിറ്റ് ആയതുകൊണ്ട് ഒരു ഗ്യാരണ്ടി എനിക്ക് പറയാൻ പറ്റില്ല. വരാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്നാണ് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നമ്മുടെ എൻഡ് ടൈം ഫ്രെയിമിൽ എൻഡ് ടൈപ്പ് വെച്ച് ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഗോൾഡിന്റെ ഇതാണ് കറക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കുക. പ്രൈസ് ഇപ്പോഴും ബുള്ളിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് GBP/USDയിലേക്ക് വരാം. GBP/USDയിൽ ഈ മാസം ജസ്റ്റ് ഒരു ബുള്ളിഷിലേക്കാണ് പ്രൈസ്, വീക്ക് ജസ്റ്റ് ഒരു ബുള്ളിഷിലേക്കാണ് വന്നിരിക്കുന്നത്. മന്തിന്റെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി പ്രൈസ് ഒരു ബിയറിഷ് ആണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയുമായിട്ട് പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. വീക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ച ഒരു ബുള്ളിഷിലേക്ക് വന്നിട്ട് പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ലിക്വിഡേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ട്രേഡ് നോക്കിയായിരുന്നു. ഒരു ചെറിയ മൂവ്മെന്റ് കിട്ടി വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ചത്. പക്ഷെ ഇപ്പോഴും നോക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സെക്ഷൻ കൂടി കഴിയുമ്പോഴത്തേക്കും ന്യൂസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സെല്ല് നോക്കുക. നല്ലൊരു കൺഫർമേഷൻ കിട്ടിയ സെല്ല് നോക്കുക. ഈ ലോ വരെ എടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ലോ വരെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ മൾട്ടിപ്പിൾ ടാർഗറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. GBP/USD ഒക്കെ കറൻസി ആയതുകൊണ്ട് തന്നെ ഒരു റേഞ്ചിൽ തന്നെ പോകാൻ രണ്ട് സൈഡിലേക്കുള്ള സാധ്യതകൾ തരാം. ഏറ്റവും കൂടുതൽ നിങ്ങൾ സിങ് ട്രേഡുകൾ എടുക്കുന്ന ഹോൾഡിംഗ് ട്രേഡുകളൊക്കെ എന്ത് ചെയ്യുക, പരമാവധി ട്രെൻഡിനനുസരിച്ച് മാത്രം എടുക്കുക. അല്ലാത്ത ട്രേഡുകൾ നിങ്ങൾ ചെറിയ ചെറിയ ടാർഗറ്റുകളൊക്കെ ഹിറ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുത്ത് മാറുന്നതാണ് റെഗുലർ പ്രോഫിറ്റിൽ പോകാനുള്ള സാധ്യത കൂട്ടുന്നത്. അപ്പൊ ഡേയുടെ സെറ്റപ്പ് ഇതാണ്. നമുക്ക് ഡേയിൽ ഓൾറെഡി പ്രൈസ് ബിയറിഷിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രൈസ് എന്ത് ചെയ്യുക, ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നോക്കിയിട്ട് ഈ ഒരു ഡേയുടെ സെറ്റപ്പിൽ നോക്കി എൻട്രി എടുക്കുക. അതേപോലെ തന്നെ 4 ഹവറിന്റെ ആണെങ്കിൽ പ്രൈസ് ഒരു ചേഞ്ച് ഓഫ് കേട്ട് തന്നിട്ടുണ്ട്. പ്രൈസ് ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ സാധ്യത ഉണ്ടാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ രീതി അല്ല. പ്രൈസ് ഇവിടെ വരികയാണെങ്കിൽ 4 ഹവറിന്റെ ഈ ഒരു സപ്ലൈ ഹോബിൽ വരികയാണെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് സെല്ല് നോക്കാവുന്നതാണ്. അപ്പൊ അതുവരെ ഇപ്പൊ വീക്കിന്റെ ഹൈ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ സെല്ലിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതുവരെ നിങ്ങൾക്ക് ഈ ഒരു ഓബി വരെ ബൈയിലേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ 1 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും പ്രൈസ് ഓൾറെഡി 1 ഹവറിലും ബുള്ളിഷിൽ നിൽക്കുകയാണ്. 1 ഹവർ ചേഞ്ച് ഓഫ് കേട്ട് ബുള്ളിഷ്. 1 ഹവറിന്റെ ഒക്കെ നല്ലതുണ്ട്, നല്ല നല്ല എൻട്രികൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ ഇപ്പൊ ഈ മൂവ് ചെയ്തേക്കുന്നത് ഈ വിക്കോബിയാണ് ഈ മൂവ് ചെയ്തേക്കുന്നത്. ഈ വിക്കോബിയാണ് ഇപ്പൊ മൂവ് ചെയ്തേക്കുന്നത്. ഈ പ്രൈസ് ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നു ബോഡി ബ്രേക്ക് ചെയ്ത് നമുക്ക് ബ്രേക്ക് ഫ്രക്ചർ വന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. അപ്പോ എന്നും പറഞ്ഞ് ഇവിടെ വീക്കിന്റെ ഹൈ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ നോക്കാട്ടോ സെല്ല്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി പ്രൈസ് കയറി വരും. അതുകൊണ്ട് ആ സെക്ഷനും കൂടി കമ്പൈൻ ചെയ്ത് നോക്കുന്നതാണ് ബെറ്റർ. പിന്നെ നമുക്ക് AUD പോകാം. ഓസ്ട്രേലിയൻ ഡോളറിൽ എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച ട്രേഡ് ഓസ്ട്രേലിയൻ ഡോളറിൽ എടുക്കുന്ന ആളുകൾ ഒരുപാട് പേര് പ്രോഫിറ്റ് അടിച്ചു തന്നു. വളരെയധികം സന്തോഷം. നല്ല ട്രേഡുകൾ 1 ഹവറിലേക്ക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളർ ഓൾറെഡി ബുള്ളിഷ് ആണ് മന്ത്ലി. പക്ഷെ അതവിടെ GBP/USD ബിയറിഷ് ആണ്. നമ്മുടെ 2 ആഴ്ചയായിട്ടുള്ള സെറ്റപ്പ് നോക്കണമെങ്കിൽ സെയിം തന്നെ, 2 ആഴ്ചയായിട്ട് ബുള്ളിഷിൽ തന്നെയാണ്. പ്രീവിയസ് ഹൈ എടുത്തിട്ടുണ്ട്. അതും പറഞ്ഞ് എടുക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലത് നോക്കുക. നമ്മൾ അതിനായിട്ട് ഡേയും 4 ഹവറൊക്കെ ആണ് കേട്ടോ. ഡേയുടെ നോക്കുകയാണെങ്കിൽ പ്രൈസ് IDM എടുത്തു, വന്നു, വീണ്ടും IDM എടുത്തു, എക്സ്ട്രീം ഓബിന്ന് പ്രൈസ് മൂവ് ചെയ്തു, വീണ്ടും പ്രൈസ് IDM എടുത്തു. ഈ ഒരു ഓബിയിൽ തന്നെയാണെങ്കിൽ ധൈര്യമായിട്ട് അതിന്റെ 50% വരെ നല്ലൊന്ന് പ്രോഫിറ്റ് കിട്ടും. ഇവിടം വരെ ടാർഗറ്റ് ചെയ്യും. പക്ഷെ ഇത് ഇന്ത്യയുടെ സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യുക. ഇവിടെ പ്രൈസ് ആ രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. ധൈര്യമായിട്ട് ഇതിന്റെ 50% വരെ ഇവിടെ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ സെല്ല് നോക്കാവുന്നതാണ്. 4 ഹവറിൽ അവിടെ OB ഉണ്ട്, ധൈര്യമായിട്ട് അവിടെ നിന്ന് നോക്കുക. അപ്പൊ ഡബിൾ POE ആണ്, ധൈര്യമായിട്ട് നോക്കുക. 1 ഹവറിന്റെ ഈ ബുള്ളി സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ടുണ്ടോ? 1 ഹവറിന്റെ എല്ലാവരും നല്ല IDM എടുത്തു, ഡിസിഷൻ OB പ്രൈസ് മൂവ് ചെയ്യുന്നു.
നല്ല എൻട്രികളായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് യൂറോ യുഎസ്ഡിയിലേക്ക് വരാം. യൂറോ യുഎസ്ഡി നമ്മുടെ GBP USD പോലെ തന്നെ മന്ത് മിക്കവാറും ഇപ്പോഴും ബിയറിഷ് തന്നെ നിൽക്കുകയാണ്. 2 വീക്കായിട്ട് പ്രൈസ് ബുള്ളിഷിൽ അതും കാണാം. പക്ഷെ വലിയ വോളിയം ഇല്ല, മൂവ്മെന്റ് ഇല്ല. ചെറിയ എനിക്കൊന്ന് 10 വിപ്പൊക്കെ വെച്ച് തന്നെ എടുക്കുന്നതാണ് പറ്റും. 10 വിപ്പ് 5 വിപ്പൊക്കെ വെച്ച് മൂവ്മെന്റ് ഒക്കെ കിട്ടുമെന്ന് തോന്നണം. ഞാൻ എടുക്കാത്തതുകൊണ്ട് എനിക്കത് അറിയില്ല. എടുത്ത ആളുകൾ നോക്കുക, ഇപ്പൊ ഈ ഒരു റേഞ്ചിൽ നിന്ന് പ്രൈസ് ഇങ്ങനെ അപ്പായി വരുന്നുണ്ട്. ഈ ഒരു ലിക്വിഡ് ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കംപ്ലീറ്റ് എടുക്കാനുള്ള സാധ്യതയൊക്കെ കുറവാണ് GBP USD വെച്ച് നോക്കുമ്പോൾ. ചിലപ്പോൾ പ്രൈസ് വീണ്ടും താഴേക്ക് തന്നെ പോകാം. പ്രൈസ് ഓൾറെഡി ബിയർഷിൽ തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ എന്നാലും കറൻസികൾ എപ്പോഴും ഒരു റേഞ്ചിലൊക്കെ നിന്ന് പോകുന്നത് കൊണ്ട് രണ്ട് സൈഡിലേക്ക്. പക്ഷെ ഏറ്റവും കൂടുതൽ സാധ്യത എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിലേക്ക് നോക്കുന്നതാണ് ബെറ്റർ. ഇപ്പൊ നമ്മൾക്ക് 4 ഹവറിന്റെ ഐഡിയം എടുത്തു. 4 ഹവറിന്റെ ഒരു ഡിസിഷൻ ഓബിയിലാണ് നിൽക്കുന്ന. ഫസ്റ്റ് വന്ന പ്രൈസ്, സെക്കൻഡ് വന്ന പ്രൈസ്. ഡിസിഷൻ ഓബി വരക്കുമ്പോൾ ഈ ക്യാൻഡിൽ ഫുൾ വരക്കേണ്ടി വരും. അതാ പറഞ്ഞ ഫസ്റ്റ് വരുന്നു, സെക്കൻഡ് വന്നു, തേർഡ് വന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ 1 ഹവറിലേക്ക് വരുമ്പോൾ 1 ഹവറിന്റെ ഒരു ഓബി ഉണ്ട്. 1 ഹവറിന്റെ ഓബിയിൽ ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു കണ്ടോ. അതെല്ലാം എടുത്ത് പ്രൈസ് ഇറങ്ങി. നല്ല എൻട്രി ആയിരുന്നു, നല്ലൊരു മൂവ്മെന്റ് ഫസ്റ്റ് തന്ന എൻട്രി ആയിരുന്നു. നല്ലൊരു കൺഫർമേഷനും കിട്ടിയിട്ടുണ്ട്. ഈ ക്യാൻഡിൽസ് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചോക്ക് തന്നു. ഫസ്റ്റ് ഉണ്ടാക്കിയ ഇവിടെയാണ് നമ്മുടെ OBയിൽ വന്നത്. പ്രീവിയസ് ക്യാൻഡിൽ ഹൈ സിബ് ചെയ്ത് ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പൊ റിയാക്ട് ചെയ്ത് ബ്രേക്ക് ചെയ്തത് എവിടെയാണ്? ഇവിടെ ബോഡി ബ്രേക്ക് തന്നു. ഐഡിയം എടുത്തിട്ടാണ് പ്രൈസ് പോയത്. അല്ലാതെ നമ്മുടെ എക്സ്ട്രീം OBയിലേക്കൊന്നും വരാനുള്ള ലിക്വിഡിറ്റി ഇല്ല. പക്ഷെ എന്നാലും ഫ്ലിപ്പ് വിത്ത് ഐഡിയം എൻട്രി ആയിരുന്നു, നല്ല എൻട്രി ആയിരുന്നു. ഇപ്പൊ അവിടെ നിന്ന് കയറാൻ പറ്റാത്തവർക്ക് ഇവിടെ നിന്ന് കയറാം, മനസ്സിലായി? ഇവിടെ നിന്ന് കയറിയെടുക്കാൻ നിങ്ങൾക്ക് നല്ലൊരു ഈ ലോയൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് ട്രേഡ് കയറാം. നല്ല എൻട്രി ആയിരുന്നു ഫ്ലിപ്പ് വിത്ത് ഐഡിയ. അപ്പോ യൂറോസ്റ്റിയുടെ ഇത്രയും കാര്യങ്ങളാണ്. ഗോൾഡ് ആണെങ്കിലും ബുള്ളിഷിൽ തന്നെയാണ്. നോക്കി എൻട്രി എടുക്കണം. റേഞ്ചിലാണെന്നും പറഞ്ഞ് കുറെ ട്രേഡുകൾ കഴിഞ്ഞ ആഴ്ച പല ആൾക്കാരും എടുത്ത് ബ്രേക്ക് ചെയ്യുവാൻ. പക്ഷെ നിങ്ങൾ എടുത്ത ട്രേഡുകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം എപ്പോഴും നല്ലൊരു പ്രോഫിറ്റിൽ പോയിട്ടാണ് വന്നത്. അപ്പൊ റേഞ്ചിലാകുമ്പോൾ നമ്മൾ പ്രോഫിറ്റിൽ കാണും. ഇച്ചിരി കൂടി പോട്ടെ എന്നും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല. പഴയ മൂവ്മെന്റ് നമ്മൾ പഴയ മാർക്കറ്റ്, ഓരോ മാർക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചുള്ള നമ്മുടെ ടാർഗറ്റുകളും നമ്മളുടെ ട്രേഡിംഗ് സെറ്റപ്പുകളൊക്കെ മാറും. അപ്പൊ ട്രേഡിംഗ് സെറ്റപ്പുകളിൽ നമുക്ക് എപ്പോഴും മാറ്റാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൾട്ടിപ്പിൾ ട്രേഡ് ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും പ്രശ്നം വരൂല. പല ആൾക്കാരും നമ്മളത് പറയുമ്പോൾ കേൾക്കില്ല. പക്ഷെ അവർക്കൊരു പ്രശ്നം ഉണ്ടായി വരുമ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ചേട്ടാ അടിപൊളിയാണ്, ഇപ്പൊ ഞാൻ റെഗുലർ പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്, എനിക്ക് മന്ത്ലി നല്ല പ്രോഫിറ്റ് പോകാം. അതാണ് നിങ്ങൾക്ക്, അതായത് ഒരു ട്രേഡിംഗ് പഠിച്ചു വരുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു സെറ്റപ്പിൽ മൂവ് ചെയ്യുമ്പോൾ അടുത്ത സെറ്റപ്പിലേക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ ട്രേഡ് മാനേജ് ചെയ്യുന്നത് എപ്പോഴും മൾട്ടിപ്പിൾ ട്രേഡ് ആയിട്ട് നിങ്ങളുടെ റിസ്ക് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്പിൾ ട്രേഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റിൽ തന്നെ വീക്കിലി പോകാൻ പറ്റും. അപ്പൊ ഈ വരുന്ന വീക്കിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.